നമ്മളിതുവരെയായിട്ടും നോട്ട്ബുക്കുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലേ? അപ്പോൾ ഇനി നമുക്കൊരു ചോക്ലേറ്റ് നോട്ട്ബുക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിൻ്റെ പേഴ്സിനായിട്ട് ഞാൻ 5 A4 എടുക്കുന്നുണ്ട്. 5 A4ലും കൂടി നമുക്ക് 40 പേജ് കിട്ടണം. അപ്പോൾ ഞാൻ ഒരു A4ൽ 8 പേജ് കിട്ടുന്ന രീതിയിൽ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് 5 A4ലും കൂടി 40 പേജ് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതാക്കാം കേട്ടോ. ഇനി നമുക്ക് രണ്ടറ്റവും ക്ലിപ്പ് ചെയ്തിട്ട് പശ തേച്ച് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് ബുക്കിൻ്റെ ബേസ് റെഡിയാവും. ഇനി വേണ്ടത് ചട്ടയാണ്. ചട്ടയ്ക്ക് സാധാരണ കണക്കൊന്നും ഇല്ല. ഇനി ഒരു ഏകദേശ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ 8x11.5 എന്ന രീതിയിൽ 2 കാർഡ്ബോർഡ് സെറ്റാക്കി നമ്മുടെ വെള്ള പേപ്പറിൽ A4ൽ ഒട്ടിച്ചിട്ട് പൊതിഞ്ഞെടുത്താൽ ചട്ടയും റെഡിയാവും. ഇനി ചട്ടയുടെ മുകളിലാണ് എല്ലാ കലാപരിപാടികളും. അപ്പോൾ ചോക്ലേറ്റ് നോട്ട്ബുക്കാണല്ലോ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ 2.2 എന്നുള്ള രീതിയിൽ ഒരുപാട് ചെറിയ കട്ടകൾ 12 കട്ടകൾ സെറ്റാക്കി വൈറ്റ് പേപ്പറിൽ പൊതിയുന്നുണ്ട്. ഇനി എല്ലാം ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. ചട്ടയും കട്ടകളും ഒക്കെ ഒരു ബ്രൗൺ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി എന്താ കട്ടകളൊക്കെ നിരത്തി ഒട്ടിക്കുക തന്നെ. അങ്ങനെ ചോക്ലേറ്റ് നോട്ട്ബുക്കിൻ്റെ ചട്ട റെഡിയായി. ഇനി നമ്മുടെ ഈ പേഴ്സിൻ്റെ ആ ബേസും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നോട്ട്ബുക്ക് റെഡിയാവും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ചോക്ലേറ്റ് നോട്ട്ബുക്ക് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഈ നോട്ട്ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് റിയാലിറ്റി, ഇത് എക്സ്പെക്റ്റേഷൻ, രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലേ?